ടേസ്റ്റ് ബൈ ലക്ഷ്മിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു തേങ്ങ അരച്ച മത്തിക്കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. കടായി ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല, ഇതൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണേ. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത ശേഷം ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമ്മൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പാകത്തിന് വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത്. ഇനി നമുക്കൊരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2-3 പച്ചമുളക് നടുവേ പിളർന്നതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളി നീളത്തിൽ എരിഞ്ഞ് മാറ്റി വെച്ചിരുന്നത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനി നല്ലപോലെ ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വരണം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം.
കുടംപുളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയ ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഈ അരപ്പ് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അരപ്പ് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അരപ്പ് നല്ലപോലെ തിള വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളോടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അരപ്പ് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി മത്തി കഷ്ണങ്ങൾ വേവുന്നിടം വരെ നമുക്ക് ഈ ചാറൊന്ന് ചെറുതായിട്ട് പറ്റിച്ചെടുക്കണം. മീൻ കഷ്ണങ്ങൾ അടുക്കി പിടിക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് എപ്പോഴും ഇളക്കാൻ പാടില്ല. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മത്തിക്കറി നല്ലതുപോലെ കുറുകി ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മത്തിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.